നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണോ? ഒരുപക്ഷെ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ വർഷങ്ങളോളം നമ്മിൽ പലരും നിഷ്കളങ്കതയോടെ വിശ്വസിച്ചിട്ടുണ്ടാവും. എല്ലാം ന്യായമായ നിലയിൽ നടക്കുന്ന ആരോഗ്യകരമായ ഇൻക്ലൂസീവായ ഒരു ഇടമാണിത്, നമ്മുടെ സുന്ദരമായ ഈ തൊഴിലിടം. നാം അതിൽ അഭിമാനം കൊണ്ടിട്ടുണ്ടാവും, സന്തോഷിച്ചിട്ടുണ്ടാവും. എല്ലാം ശരിയാണ്, പക്ഷേ ഒരു പരിധിവരെ മാത്രം. നിങ്ങൾ അത് തിരിച്ചറിയുന്ന സിറ്റുവേഷൻ വരും. വിത്ത് ഹിൻസൈറ്റ് നിങ്ങൾ മനസ്സിലാക്കും, നാം പരസ്പരം മത്സരിച്ചിരുന്നു. നമ്മുടെ ബോസുമാർക്ക് എന്നുമെന്നും ഫേവറേറ്റുകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മാറ്റങ്ങളുടെ കാര്യത്തിൽ, പ്രൊമോഷൻസിന്റെ കാര്യത്തിൽ, ജോലികൾ അസൈൻ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ അനീതി കണ്ട് പലപ്പോഴും നാം പല്ല് ഇറുമിയിട്ടുണ്ടാവും. അതെ, യാഥാർത്ഥ്യം അതാണ്. എവരി ഓഫീസ് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡു യു നാവിഗേറ്റ്? ഓഫീസ് പൊളിറ്റിക്സിനെ നാം എങ്ങനെ നേരിടും? 2011 ഒരു സർവേ പ്രകാരം ജോലിസ്ഥലത്തെ ഒളി അജണ്ടകളും മാനിപ്പുലേഷൻസും ആളുകളുടെ സ്വകാര്യ ജീവിതത്തെ പോലും പ്രതികൂലമായി ബാധിക്കാവുന്ന ഒന്നാണ്. ആർക്കും ഓഫീസ് പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഏത് റോളിലാവട്ടെ, പൊസിഷനിലാവട്ടെ, നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇനി നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. എങ്കിൽ കൂടി നിങ്ങളുടെ ക്ലയന്റിന്റെ ഓഫീസിലെ പൊളിറ്റിക്സിൽ, അതിന്റെ ഡൈനാമിക്സിൽ നിങ്ങൾക്ക് ഭാഗഭാക്കാവേണ്ടി വരും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? എന്താണ് പോംവഴി? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്നാണോ? നിങ്ങളും ചതി, ഗൂഢാലോചന, ബാക്ക് ബൈറ്റിംഗ് എന്നിവയിൽ വിഹരിച്ചുകൊണ്ട് സ്വന്തമായ വഴി തേടണം എന്നാണോ? ഒരിക്കലുമല്ല. അത് ഒരുപക്ഷെ നല്ല പ്രതിവിധി ആയിരിക്കില്ല. എന്നാൽ നിങ്ങളും കൺസ്ട്രക്റ്റീവായി പൊളിറ്റിക്കലായി തീരുക എന്നത് തന്നെയാണ് പരിഹാരം. എനിക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും പറ്റില്ല എന്നാവും സാധാരണ നാം ചിന്തിക്കുക. ഷാഫർ കൺസൾട്ടിങ്ങിന്റെ റോൺ അഷ്കനാസ് പറയുന്നു, നമ്മുടെ പരാജയങ്ങളുടെ ന്യായമായി, ഫ്രസ്ട്രേഷനുകളെ പുറന്തള്ളാനുള്ള ഉപായമായി പൊളിറ്റിക്സിനെ ഒരു എക്സ്ക്യൂസ് ആക്കുന്നത് എളുപ്പമാണ്. എന്നാൽ കൂടുതൽ എഫക്റ്റീവ് ആയത് കാര്യങ്ങളെ നടത്തിയെടുക്കാൻ കഴിയുന്ന വിധം പൊളിറ്റിക്സിനെ ഉപയോഗിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് നാം അങ്ങനെ തന്നെ പ്രയോഗിച്ചത്. കൺസ്ട്രക്റ്റീവായ നിലയിൽ പൊളിറ്റിക്കൽ ആവുക എന്നാണ് പറഞ്ഞത്. കൺസ്ട്രക്റ്റീവായ നിലയിൽ, എത്തിക്കലായ നിലയിൽ. അത് എന്താണ്? എങ്ങനെയാണ്? അത് സാധ്യമാണോ? സഹപ്രവർത്തകരുടെ ഇടയിൽ നിലനിൽക്കുന്ന പേഴ്സണൽ ഡൈനാമിക്സിനെ കണ്ടെത്തുക, അത് മനസ്സിലാക്കുക, അതിന് അനുസരിച്ച് പരസ്പരം സഹകരിച്ച് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ജോലി ചെയ്യുക. ആത്യന്തികമായി അതാണ് നമ്മുടെ എംപ്ലോയർക്ക്, എന്റർപ്രൈസിന് ഗുണകരമാവുന്നത്. ഈ നിലയ്ക്കുള്ള ഒരു പൊളിറ്റിക്സിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ആത്യന്തികമായി സഹപ്രവർത്തകരോട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് രൂപപ്പെടുത്തി നിങ്ങളെ സ്വന്തം ജോലികൾ എഫക്റ്റീവായി ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു രീതി കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ വർക്ക് റിലേഷൻഷിപ്പുകളും അതോടെ സദാ ഊഷ്മളവും മനോഹരവുമായി തീരുമെന്നല്ല നമ്മൾ പറയുന്നത്. അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. നാം അത് അംഗീകരിച്ചേ മതിയാവും. ഒരു നിലയ്ക്കും സഹിക്കാൻ കഴിയാത്ത, ഒരു ഉപദേശത്തിനും മാറ്റാൻ കഴിയാത്ത വിധം പരുഷ്യരായ വ്യക്തിത്വങ്ങളെയും തീർച്ചയായും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അവിടെ യാതൊരു വിധത്തിലുള്ള സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുക മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് നാം പറയുന്നത്. ആളുകൾ പൊളിറ്റിക്കലായിട്ടുള്ള കളികൾ കളിക്കുമ്പോൾ, അതിന്റെ അനുരണനങ്ങൾ നമ്മെ സ്പർശിക്കുമ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ ഉണ്ട്. പലപ്പോഴും നാം വിചാരിക്കും നമുക്ക് അതിന്റെ എല്ലാ ഉദ്ദേശങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന്. പലപ്പോഴും നാം മനസ്സിലാക്കിയത് പൂർണ്ണമായി സത്യമായി കൊള്ളണമെന്നില്ല. സോ ഓൾവേസ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് റീവാലുവേറ്റ്. മറ്റെന്തെല്ലാം കാരണങ്ങളായിരിക്കും അത്തരമൊരു പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത്? ചിലപ്പോൾ പുതിയൊരു വീക്ഷണകോണിൽ കാര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിഞ്ഞേക്കാം. അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി പ്ലാൻ ചെയ്യാനും നടപ്പാക്കാനും നിങ്ങളെ സഹായിച്ചേക്കാം. എല്ലാവരും അവരവരുടെ സ്വന്തം പ്രശ്നങ്ങൾ, അസ്വാസ്ഥ്യങ്ങൾ എല്ലാം തന്നെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ നേരിടുമ്പോൾ നിങ്ങൾ സ്വന്തത്തെ ആ ഇക്വേഷനിൽ നിന്ന് മാറ്റി നിർത്തി, പുറത്തു നിർത്തി ആലോചിക്കുന്നത് നന്നാവും. അല്ലെങ്കിൽ പലപ്പോഴും അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ പേഴ്സണൽ അറ്റാക്കായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഇനി മറ്റു ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. അത് നമുക്ക് ഉപകാരപ്രദവും നമ്മുടെ വളർച്ചയ്ക്ക് സഹായകവുമായി തീരാം. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു കൊളീഗിൽ നിന്ന് ചലഞ്ചുകൾ ഉണ്ടാവുമ്പോൾ അത് അത്തരത്തിലെടുക്കണം. ഇനി നിങ്ങൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ അല്ല ഉള്ളത് എന്ന് കരുതുക. നിങ്ങൾക്ക് വലിയ നിലയിൽ അനീതി നേരിടുന്ന സന്ദർഭമാണെങ്കിൽ പോലും ഓർക്കുക, അതിനെക്കുറിച്ച് പരിഭവം പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാനാവില്ല. നമുക്കതിനെ മാറ്റാനാവില്ല. നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു.
എല്ലാവർക്കും ഒരു അതിഗംഭീരനായ സഹപ്രവർത്തകനായി തീരാൻ കഴിയുമോ? അതാണ് ഏറ്റവും പ്രധാനം. പോസിറ്റീവായ ഉദ്യമങ്ങളിൽ മുഴുകുക. പെർഫോമൻസ്, ഗ്രോത്ത്, ഫുൾഫിൽമെന്റ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് സഹായകമാവുന്ന നിലയിൽ ഒരു കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് നമുക്ക് എങ്ങനെ ചുറ്റും രൂപപ്പെടുത്താം, അതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. തീർച്ചയായും ഇത് സ്പെസിഫിക് ആയ സിനാരിയോകളെ ബേസ് ചെയ്ത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒന്നാണ്. അത്തരത്തിൽ ചില എപ്പിസോഡുകൾ സമയം പോലെ മുന്നോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓഫീസ് പൊളിറ്റിക്സിനെ കൺസ്ട്രക്റ്റീവായി നേടുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. Like, comment and share. See you again with more content on this topic.